أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീകളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനമാണ് ആമുഖമായി ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ഈ വചനം ഞാൻ ഓതിവെച്ചത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുക എന്നുള്ളത് അവൻ്റെ അഥവാ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ്? ലിതസ്കുനു ഇലൈഹ, അവളിൽ നിർവൃതി കൊള്ളാൻ, തൃപ്തി അടയാൻ, സമാധാനമടയാൻ. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അവൻ നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതാണ് ഓതിവെച്ച ആയത്തിന്റെ മാന. ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായ, സമാധാന ചിത്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കണമെന്നാണ്. ഒരൽപ്പം സൗകര്യങ്ങൾ കുറഞ്ഞു പോയാലും, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും മനസ്സമാധാനം ഉണ്ടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും. തൻ്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സമാധാനപരമായ ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കണമെങ്കിൽ ആ കുടുംബനാഥനും കുടുംബിനിയും ഭാര്യയും ഭർത്താവുമെല്ലാം ശ്രദ്ധിക്കേണ്ട ചില വശങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു കുടുംബനാഥൻ, ഒരു ഭർത്താവ്, ഒരു പുരുഷൻ തൻ്റെ പെണ്ണിനോട്, ഭാര്യയോട്, ഇണയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതായ ഹക്കുകൾ, അവകാശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്തത്. ഇനിയൊരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ മതാഉ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹ, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള വിഭവങ്ങളാണ്. ഈ ദുനിയാവിലെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ, അത് ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവും അങ്ങനെ തന്നെയാണ്.
ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, നല്ല പെണ്ണ്, സ്വാലിഹത്തായ ഒരു സ്ത്രീ, അതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല അനുഭവം, ഏറ്റവും നല്ല വിഭവം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹത്തായ പെണ്ണായി മാറിയാൽ തീർച്ചയായും ആ പെണ്ണ് വഴി ആ കുടുംബത്തിലും ആ കുടുംബം വഴി നാട്ടിലും സമാധാനം പരക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ സ്വാലിഹത്തായ പെണ്ണ്, നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ ക്വാളിറ്റി എന്താണ്? ആ സ്വാലിഹത്തായ പെണ്ണിന് ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണ് എന്ന അർത്ഥത്തിലല്ല, സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള തറവാട്ടിൽ നിന്ന് കടന്നു വന്ന പെണ്ണ് എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ പെണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദാ നദറ ഇലൈഹാ സർറതുഹു, ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ ആ നോട്ടത്തിലൂടെ സന്തോഷം കൈമാറി കൊടുക്കാൻ ഒരു പെണ്ണിന് സാധിക്കുന്നുവെങ്കിൽ അതാണ് സ്വാലിഹത്തായ പെണ്ണ്. സ്വാലിഹത്തായ പെണ്ണിനുണ്ടായിരിക്കേണ്ട ഒരു സവിശേഷത ഇതാണ്. ആ കുടുംബനാഥൻ ഭർത്താവ് ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് ക്ഷീണിതനായി തിരിച്ചു വരുമ്പോൾ വീടിന്റെ വാതിൽക്കൽ പടിക്കൽ ചെന്നുകൊണ്ട് ആ ഭർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആനയിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവൾ, അവളാണ് ഏറ്റവും നല്ല പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്. തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ഭർത്താവിനെ നോട്ടത്തിലൂടെ വരെ സന്തോഷം കൈമാറി കൊടുക്കാൻ ഒരു പെണ്ണിന് സാധിക്കുന്നുവെങ്കിൽ അവളാണ് സ്വാലിഹത്തായ പെണ്ണ്. ഭർത്താവ് വന്ന് വിളിക്കുമ്പോൾ ആ കേറിക്കോ, വാതിൽ കൂട്ടിയിട്ടില്ല എന്നായിരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന മറുപടി. ഭക്ഷണം ചോദിച്ചാൽ ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ, ഞാൻ കിടക്കുകയാണ്, എന്നെ വിളിക്കണ്ട എന്ന് പറയുന്നവളല്ല സ്വാലിഹത്തായ പെണ്ണ്. തന്റെ വീടിന്റെ പടിക്കലെത്തിയ ഭർത്താവിനെ സ്വീകരിച്ച് ആ ഒരു പെരുമാറ്റത്തിലൂടെ തന്നെ ഭർത്താവിന് സന്തോഷം കൈമാറി കൊടുക്കുന്നവളാണ് സ്വാലിഹത്തായ പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി സ്വാലിഹത്തായ പെണ്ണിന്റെ പ്രത്യേകത അവിടെ നിന്ന് പറഞ്ഞത് വൈദാ അമറഹ അത്വാഅതുഹു, ഭർത്താവ് അവളോട് കൽപ്പിച്ചാൽ ആ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണ്, അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. അഥവാ ഭർത്താവിന്റെ കൽപ്പന അല്ലാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞതിന് എതിരല്ല എങ്കിൽ ആ വിഷയത്തിൽ ഒരു പെണ്ണ് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതിന് എതിരായിക്കൊണ്ട് തന്റെ ഭർത്താവല്ല, ഉമ്മയല്ല, വാപ്പയല്ല, ആര് പറഞ്ഞാലും നാം അനുസരിക്കേണ്ട ആവശ്യമില്ല. ലാ ത്വാഅത്തൽ മഖ്ലൂഖി ഫീ മഅസിയത്തിൽ ഖാലിഖി, ഇതൊരു ഇസ്ലാമിന്റെ പൊതു തത്വമാണ്. ഖാലിഖായ സൃഷ്ടാവായ പടച്ച തമ്പുരാന് പുറമെ ഒരു മഖ്ലൂഖിനോടും ഒരു പടപ്പിനോടും ഒരു ത്വാഅത്തും ഒരു അനുസരണവും ഇല്ല എന്നുള്ളത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അവതരിച്ച ഒരു ആയത്ത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തന്റെ ഉമ്മ അതിന് എതിരായി മകനോട് ഇസ്ലാമിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ആ മകൻ അതിന് തയ്യാറായില്ല. ഉമ്മ ശാഠ്യം പിടിച്ചു, മകനിൽ മാറ്റമില്ല. ഭീഷണിയുടെ സ്വരം മുഴക്കി നോക്കി, മകനിൽ ഒരു ചാഞ്ചാട്ടവും കാണുന്നില്ല. അവസാനം ഉമ്മ പറഞ്ഞു, മോനെ, നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിച്ച് ഉമ്മാന്റെ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഉമ്മ അങ്ങ് ശപഥം ചെയ്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പ്രയാസായി. എന്തു ചെയ്യും? ഉമ്മ ഇങ്ങനെ കടുത്ത ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്, നിരാഹാര സമരത്തിലാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഓടി വന്നു, കാര്യം ബോധിപ്പിച്ചു. പ്രവാചകന് മറുപടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയാണ്. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ
മുഖത്ത് വെക്കാൻ അവർ രണ്ടുപേരും നിന്നോട് നിർബന്ധം ചെലുത്തിയാലും ശരി, ആ വിഷയത്തിൽ അവർ രണ്ടുപേരെയും നീ അനുസരിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതിന് എതിരായി ആര് പറഞ്ഞാലും നാം അനുസരിക്കേണ്ടതില്ല. എന്നാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് എതിരല്ലാത്ത ഏതൊരു കാര്യം, പ്രത്യേകിച്ച് തന്റെ ഭർത്താവ് ഒരു പെണ്ണിനോട്, ഭാര്യയോട് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. അതാണ് സ്വാലിഹത്തായ പെണ്ണിന്റെ ക്വാളിറ്റി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം നമുക്ക് കാണാം. അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ തനിച്ചിരിക്കുന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായി. സൂറത്തുൽ അലഖ് ഖുർആനിന്റെ 96-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ അവതരിച്ചു. ആ ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രവാചകരോട് വായിക്കാൻ ആവശ്യപ്പെടുന്നു. എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നു. പ്രവാചകനെ കൂട്ടിപ്പിടിക്കുന്നു, അമർത്തുന്നു, ഞെരുക്കുന്നു, എന്നിട്ട് വിടുന്നു. വീണ്ടും വായിക്കൂ എന്ന് പറയുന്നു. പ്രവാചകൻ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. അതിനുശേഷം സൂറത്തുൽ അലഖിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അർത്ഥം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രവാചകന് സംഗതി എന്തെന്നറിയാതെ പേടിച്ച് വിറച്ചുകൊണ്ട് പ്രവാചകൻ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലേക്ക് ഓടിക്കയറുന്ന പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. ഏ ഖദീജ എന്നെ പുതപ്പിക്കൂ, ഏ ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് വീട്ടിലേക്ക് ഓടി വരികയാണ്. ഭാര്യയോട് പുതപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒന്നും ചോദിച്ചില്ല, പ്രവാചകനോട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യമായി എന്നോട് ആവശ്യപ്പെടുന്നത് പുതപ്പിക്കാനാണ്. പ്രവാചകനെ പുതപ്പിച്ചു കൊടുത്തു. പേടിച്ച് പരിപിടിച്ച് പ്രവാചകൻ കിടന്നു. അല്പനേരം കഴിഞ്ഞ് ശാന്തമായി സ്വസ്ഥമായി അതിനുശേഷം ഭർത്താവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? നോക്ക് നിങ്ങൾ, എത്രമാത്രം പക്വതയോടെ പാകതയോടെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആ പെണ്ണിൽ നിന്ന്, മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്. നമ്മളാണെങ്കിലോ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് ബേജാറിലായി വീട്ടിലേക്ക് നമ്മൾ ഓടി വന്നാൽ അതിനേക്കാൾ വലിയ ബേജാറായിരിക്കും വീട്ടിലുള്ളവർ പ്രകടിപ്പിക്കുക. ഒന്നുകൂടി നമ്മുടെ ടെൻഷൻ കൂടും. പ്രവാചകൻ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചു വരുമ്പോൾ പ്രവാചകനെ പുതപ്പിച്ച് ശാന്തമായി കിടത്തി ഉറക്കി. എന്നിട്ട് അതിനുശേഷം കാര്യങ്ങൾ അന്വേഷിക്കുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വാലിഹത്തായ പെണ്ണിന്റെ പ്രത്യേകത, തന്റെ ഭർത്താവ് തന്നോട് കൽപ്പിച്ചാൽ ആ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പേരാണ് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ്. മൂന്നാമത് ഒന്നുകൂടി പറഞ്ഞു, ഭർത്താവിന്റെ അഭാവത്തിൽ ആ ഭർത്താവിന് വേണ്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവൾ. ഭർത്താവില്ലാത്ത സമയത്ത് വേറൊരുത്തരെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നവളല്ല. ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവ് ജോലി ചെയ്ത് പണമുണ്ടാക്കി ആ പണം കൊണ്ട് നിനക്ക് ഫോൺ വാങ്ങി തന്ന് ആ ഫോൺ നിനക്ക് റീചാർജ് ചെയ്ത് തന്ന് ആ ഫോൺ കൊണ്ട് ഭർത്താവില്ലാത്ത സമയത്ത് അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്ത് അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങൾ, മെസ്സേജുകൾ, വീഡിയോസുകൾ, ഓഡിയോസുകൾ കൈമാറി കൊടുക്കുന്നവളല്ല സ്വാലിഹത്തായ പെണ്ണ്. ഒരാണും ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ, ഒരു പെണ്ണും ശ്രദ്ധിക്കണം. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും തകരാറുകൾ ധാരാളമായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകരാനത് കാരണമായി തീരുന്നുണ്ട്. ഭർത്താവിന്റെ അഭാവത്തിൽ ആ ഭർത്താവിന് അവകാശപ്പെട്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ, സ്വാലിഹത്തായ പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ 3 ക്വാളിറ്റിയുള്ള ഞാൻ സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്ന എത്ര പെണ്ണുങ്ങൾ ഉണ്ടാകും?
ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ ഒരു പെണ്ണിന് കഴിയണമെങ്കിൽ അവൾ മനസ്സിലാക്കണം, ഈ പറയുന്നത് പ്രവാചക വചനമാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ വിശദീകരണമാണ്. പെണ്ണെ, നാളെ മരണാനന്തര ജീവിതം സുഖകരമാക്കി കലാശിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാം, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണാകട്ടെ, അവൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് അവളെ പറ്റി തൃപ്തനാണ്. അഥവാ മരിച്ചു കിടക്കുന്ന ആ പെണ്ണിനെ പറ്റി, ഭാര്യയെ പറ്റി ഭർത്താവിന് ഒരു കംപ്ലൈന്റും പറയാനില്ല. എന്റെ ഭാര്യ ഏറ്റവും നല്ലവളായിരുന്നു, അവളെ കുറിച്ച് എനിക്കൊരു പരാതിയും പറയാനില്ല, അവൾ എന്നോട് ഒരിക്കലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല, അവൾ എന്നെ ചതിച്ചിട്ടില്ല, അവൾ എന്നെ പറ്റിച്ചിട്ടില്ല, എന്നെ മാനസികമായി ശാരീരികമായി അവൾ തളർത്തിയിട്ടില്ല, എന്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ എന്റെ താങ്ങും തളരുമായി അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. മരണപ്പെട്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ പറ്റി ഒരു ഭർത്താവിന് ഇങ്ങനെ ഒരു കമന്റ്, ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പെണ്ണെ, നീ മനസ്സിലാക്കണം, ഹദീസിന്റെ ബാക്കി ഭാഗം ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവ എന്ത് മനസ്സിലായി? ഒരു പെണ്ണിന്റെ സ്വർഗ നരകം വരെ തീരുമാനിക്കുന്നത് ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചത് കൊണ്ട് മാത്രം, ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രം, ദാനധർമ്മം ചെയ്തത് കൊണ്ട് മാത്രം, ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏതൊരു പെണ്ണും മനസ്സിലാക്കണം, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് തൃപ്തനാണോ, ആ ഭർത്താവിന് നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും പറയാനില്ലയോ എങ്കിൽ ആ പെണ്ണ് മനസ്സിലാക്കണം, ദഖലത്തിൽ ജന്ന, അവർ സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ തൃപ്തിയും പൊരുത്തവും നേടി മരിച്ചു പോകുന്ന പെണ്ണുങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. ഇന്ന് എവിടെയാണ് ഇങ്ങനെയുള്ള സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നമുക്ക് ഇന്ന് കണ്ടെത്താൻ കഴിയുമോ? സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിനക്ക് പോകണോ, നിന്റെ ഭർത്താവിന്റെ തൃപ്തി നേടി മരിച്ചു പോകണം. ഇല്ലെങ്കിൽ എവിടെയാത്ത നരകത്തിലാണ്. സ്വർഗം കണ്ട പ്രവാചകൻ, നരകം കണ്ട പ്രവാചകൻ, ആ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നരകം കണ്ടു, നരകത്തിൽ കൂടുതലും പെണ്ണുങ്ങളാണ്. ഞാൻ സ്വർഗം കണ്ടു, സ്വർഗത്തിൽ പെണ്ണുങ്ങൾ വളരെ കുറവാണ്. ഒരു പ്രവാചകനാ പറയുന്നത്, ലോകത്തിന്റെ പ്രവാചകൻ. മനസ്സിലാക്കണം, സ്വന്തം ഇഷ്ടപ്രകാരം മതത്തിന്റെ കാര്യം ഒരിക്കൽ പോലും ഈ ലോകത്തോട് അവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല. കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലോകത്തോട് സംസാരിച്ച ഒരു പ്രവാചകന്റെ ആ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകളാണ്, ഞാൻ നരകം കണ്ടു, നരകത്തിൽ കൂടുതലും സ്ത്രീകളാണ്. അതിന്റെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. അൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീതു നാറ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫൈദാ അക്തറു അഹ്ലി നിസാ, ആ നരകത്തിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, യക്ഫുർന, അവർ നിഷേധികളാണ്. ഖീല, പ്രവാചകൻ ചോദിക്കപ്പെട്ടു, അഥവാ പ്രവാചകനോട് ചോദിച്ചു, അയക്ഫുർന ബില്ലാ, പ്രവാചകരെ, പെണ്ണുങ്ങൾ കൂടുതലും നരകത്തിൽ പോകാൻ കാരണം അവർ നിഷേധികളാണെന്ന് പറഞ്ഞല്ലോ. അയക്ഫുർന ബില്ലാ, അല്ലാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടാണോ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്നത് കൊണ്ടാണോ? ഖാല, പ്രവാചകൻ പറയാ, അല്ല, യക്ഫുർനൽ അശീർ, കുടുംബ ബന്ധത്തെ നിഷേധിക്കുന്നവരാണ്. വയക്ഫുർനൽ ഇഹ്സാൻ, നന്മകളെ നിഷേധിക്കുന്നവരാണ്. എന്നിട്ട് അവിടുന്ന് പറയാ, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, കാലമത്രയും നീ അവൾക്ക് നന്മകൾ ചെയ്തു കൊടുത്തു, അവൾക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുത്തു. സുമ്മ റഅത് മിൻക ശൈഅ, പിന്നീട് നിന്നിൽ നിന്ന് ഒന്നും അവൾ കണ്ടില്ല എങ്കിൽ കാലത്ത് അവൾ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഞാൻ നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു നന്മയും കണ്ടിട്ടില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഭർത്താക്കന്മാരെ നിഷേധിക്കുക, കുടുംബ ബന്ധത്തെ നിഷേധിക്കുക, നന്മയെ നിഷേധിക്കുക. അഥവാ ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞത് മുതൽ അവളെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, അവളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുത്തു. അവരുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോ, അതല്ലെങ്കിൽ ഒരു നല്ലൊരു ദിവസം, ഒരു പെരുന്നാൾ ദിവസം കടന്നു വന്നപ്പോ അവൾക്ക്
പക്ഷേ നിനക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സാമ്പത്തികമായി നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വന്നു. അവർ നിന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കാൻ നിനക്ക് കഴിയാമെന്നാൽ ഭൂരിഭാഗം വരുന്ന പെണ്ണുങ്ങളും പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അല്ലെങ്കിലും നിങ്ങളൊക്കെ എനിക്ക് എന്താ ഇവരെ ചെയ്തു തന്നത്? കല്യാണം കഴിഞ്ഞിട്ട് 18, 20, 22 കൊല്ലമായി നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഓർത്തു വെക്കാൻ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? എല്ലാ പെരുന്നാളിനും ഒരുപക്ഷെ പുതുവസ്ത്രം വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. 10 പെരുന്നാളിന് വാങ്ങിക്കൊടുത്ത് 11ാമത്തെ പെരുന്നാളിന് ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പറയും, അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴാണ് എനിക്ക് ഒരു നല്ലൊരു വസ്ത്രം വാങ്ങി തന്നത്? അല്ലെങ്കിൽ വാങ്ങി തന്നത് എത്ര കൊല്ലായി? അല്ലെങ്കിൽ എല്ലാ പെരുന്നാൾക്കും വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായി, അയലപ്പത്ത് ഒരു കല്യാണം ഉണ്ടായി, കൂട്ടുകാരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി. അന്ന് അവൾ പറഞ്ഞത് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയാമെന്നാൽ അതുവരെ ചെയ്ത നന്മകളെല്ലാം നിഷേധിക്കും. ഇത് പെണ്ണിന്റെ പൊതുവെയുള്ള ഒരു ശൈലിയാണ്, സ്വഭാവമാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, സ്ത്രീകൾ കൂടുതലും നിഷേധികളാണ്, അവർ നരകത്തിൽ പോകാനുള്ള ഒരു കാരണം അതാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഭർത്താവിനെ ധിക്കരിച്ച്, ഭർത്താവിനെ എതിർത്ത് നരകം വിലക്ക് വാങ്ങുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. ഒരു ഭർത്താവിന് ഇസ്ലാം കൽപ്പിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാം, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഞാൻ ആരോടെങ്കിലും ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അതൊരു പെണ്ണിനോട് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, മഅഅല്ലാഹ്. ഒരു ഭർത്താവിന്റെ സ്ഥാനം എത്രയാ? ഇത് തിരിച്ചറിയുന്ന പെണ്ണുങ്ങളുണ്ടോ? പള്ളിയിൽ വരുന്ന, ജുമാക്ക് വരുന്ന, ഖുർആൻ ക്ലാസ്സിലേക്ക് വരുന്ന, പർദ്ദയിട്ട, മദ്രസയിൽ പഠിപ്പിക്കുന്ന, നമ്മൾ എടുത്തു നോക്ക്, എവിടെയാണ് ഇങ്ങനത്തെ പെണ്ണുങ്ങൾ? സുജൂദ് മഹത്തായ ഇബാദത്താണ്. അത് അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും നൽകാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആ സുജൂദ് അല്ലാഹുവിന് പുറമെ വേറെ എവിടെയെങ്കിലും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുമായിരുന്നുവെങ്കിൽ പ്രവാചകൻ പറയാൻ, ഞാൻ കൽപ്പിക്കുമായിരുന്നു ഒരു പെണ്ണിനോട് അവരുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. നോക്ക് നിങ്ങൾ, ഇതാണ് ഭർത്താവിന് ഇസ്ലാം കൽപ്പിച്ച സ്ഥാനം. എത്രത്തോളം പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തസൂമ, നോമ്പെടുക്കൽ, വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ, നാട്ടിലുണ്ടായിരിക്കെ ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ. സുന്നത്തായ നോമ്പിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഫർളായ നോമ്പെടുക്കാൻ ഒരാളുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം, അത് ഹറാമാണ്. ഒരു നോമ്പുകാരന് പകൽ സമയത്ത് നിന്റെ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ, നീ സുന്നത്ത് നോമ്പെടുക്കുന്നുവെങ്കിൽ നിന്റെ ഭർത്താവിനോട് പെർമിഷൻ വാങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് വീണ്ടും കാണാം, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അവന്റെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. ഫലം തഅതിഹി, അവൾ ചെന്നില്ല. ഫബാത ഖുർബാന അലൈഹാ, അങ്ങനെ തന്റെ ആവശ്യത്തിന് വേണ്ടി ഭാര്യയെ കിടപ്പറയിലേക്ക് വിളിച്ചപ്പോൾ ഭാര്യ വരുന്നില്ല, പിണങ്ങി. ചെറിയ കാര്യമാകാം, ചിലപ്പോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ അടുത്തേക്ക്, റൂമിലേക്ക്, കിടപ്പറയിലേക്ക് വരാതിരിക്കുകയും ആ ഭർത്താവ് അതിൽ ദേഷ്യം വെച്ച്, പ്രയാസം വെച്ച് കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പെണ്ണുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം ഇത്. നോക്ക് നിങ്ങൾ, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഇദാ ദഅ റജുലു സൗജതഹു ലിഹാജതിഹി, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. ഫൽതഅതിഹി, എങ്കിൽ അവൾ ചെന്നുകൊള്ളട്ടെ. വൈൻ കാനത അല തന്നൂർ, അടുക്കളയിലാണെങ്കിൽ പോലും, അടുക്കളയിൽ എത്ര തിരക്കിട്ട ജോലിയാണെങ്കിലും നിന്റെ ഭർത്താവ് അവന്റെ ആവശ്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചാൽ അടുക്കളയിലാണെങ്കിൽ പോലും അവൾ ചെന്നുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വഴക്കിട്ട് മിണ്ടാതിരുന്ന് നേരം വെളുക്കുന്നവരെ രണ്ടുപേരും തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. മലക്കുകൾ ശപിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ പുരുഷന്മാരോട് പറഞ്ഞതും ഇന്നത്തെ ഖുതുബയിൽ സ്ത്രീകളോട് പറഞ്ഞതും രണ്ടു കൂട്ടരും ഈ നിർദ്ദേശങ്ങൾ പാലിച്ചു മുന്നേറിയാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സക്കീനത്ത് ഉണ്ടാകും. ഇല്ലെങ്കിലോ പടച്ചോനെ ജീവിതത്തിൽ സമാധാനം തരണേ, മനസമാധാനം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആണ് ശ്രദ്ധിക്കേണ്ടത് ആണ് ശ്രദ്ധിക്കണം, പെണ്ണ് ശ്രദ്ധിക്കേണ്ടത് പെണ്ണ് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞ പോലെ വസ്ത്രത്തോടുള്ള ഖുർആനിന്റെ ഉപമ. പരസ്പരം രണ്ടുപേരും ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പൊറുക്കാൻ പറ്റുന്നത്, ക്ഷമിക്കാൻ പറ്റുന്നത്, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം പരസ്പരം സഹകരിച്ച്. അതല്ലാതെ ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ, ഞാനാണ് ഇവിടുത്തെ കാരണവർ, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് മാത്രം ഇവിടെ നടന്നാൽ മതി, ഇങ്ങനെയുള്ള മർക്കടമുഷ്ടി ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാം, അവിടുന്ന് പറഞ്ഞു കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി, നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും, അല്ലാഹു ചോദിക്കും. എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. പ്രവാചകൻ പറയാ, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കും. വൽ അമീറു റാഇൻ, ഒരു അമീർ, ഒരു നേതാവ്, ഒരു പൊതുജന നേതാവ്, അതല്ലെങ്കിൽ ഒരു എംഎൽഎ, ഒരു എംപി, അതല്ലെങ്കിൽ ഒരു മെമ്പർ, ഒരു മന്ത്രി ആരാവട്ടെ, അതല്ലെങ്കിൽ ഒരു പള്ളിയുടെ സെക്രട്ടറി ആവട്ടെ, പ്രസിഡന്റ് ആകട്ടെ, പള്ളിയിലെ ഇമാമാവട്ടെ, ഖുതുബ ഓതുന്ന ഖതീബാകട്ടെ, നേതാവാണ്. ആ നേതാവിന്റെ കീഴിലുള്ള ആളുകളെ പറ്റി ആ നേതാവിനോട് ചോദിക്കും. ഈ പള്ളിയിലെ ഈ മിമ്പറിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു ഖതീബ് എന്ന നിലയ്ക്ക് ഈ മിമ്പറിൽ നിന്ന് ഇവിടെ വരുന്ന നിങ്ങളോട് ഇസ്ലാമികപരമായി ഖുതുബ ഓതേണ്ട, ഖുർആനും ഹദീസും നിങ്ങളെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതല്ലാതെ ഞാൻ ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ ആരെങ്കിലും ഇങ്ങനെ കാണുമ്പോ ആ വ്യക്തിയെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് താറടിച്ച് ആ നിലക്കാണ് ഞാൻ ഖുതുബ ഓതുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഒരു സെക്രട്ടറി, ഒരു പ്രസിഡന്റ്, ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, ഇതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ കമ്മിറ്റി, ഇവിടെ ഒരു കുറവും ഇവിടെ വരുത്താൻ പാടില്ല. പള്ളിയുടെ കാര്യം, മദ്രസയുടെ കാര്യം, റിലീഫിന്റെ കാര്യം, സകാത്തിന്റെ കാര്യം, ഒരാൾ ഈ പള്ളിയിൽ വന്ന് നമ്മുടെ ഒരു പ്രവൃത്തി മൂലം പിണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ മോശമായ ഇടപെടൽ മൂലം ഈ മദ്രസയിൽ നിന്ന് ഒരു കുട്ടിയെ കൂട്ടി ഒരു രക്ഷകർത്താവ് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് ഇവിടുത്തെ മാനേജ്മെന്റ്. നാളെ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷൻ, ഒരു ഭരണാധികാരിയാണ്, അലാ അഹ്ലി ബൈതിഹി, അവന്റെ വീട്ടുകാരുടെ അഥവാ ഒരു കുടുംബനാഥൻ. ആ കുടുംബനാഥന്റെ കീഴിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇനി അവനെ ആശ്രയിക്കുന്ന സഹോദരിയോ സഹോദരനോ ഉണ്ടെങ്കിൽ അവരെ പറ്റി അവൻ ചോദ്യം ചെയ്യപ്പെടും. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് ആ കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. വൽ മർഅതു, ഒരു പെണ്ണ്, റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി, ആ പെണ്ണ് അവളുടെ ഭർത്താവിന്റെ ആ വീട്ടുകാരുടെ അതോടൊപ്പം അവിടുത്തെ മക്കളുടെയും ഭരണാധികാരിയാണ്. അതവൾ കൃത്യമായി നിർവഹിക്കണം. തന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിന്റെ അവകാശങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ, ആ കുടുംബിനി, ആ പെണ്ണ് അത് കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ ആ പെണ്ണും ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ മാത്രമല്ല നമുക്ക് ഫാമിലി വേണ്ടത്, ഇവിടെ മാത്രമല്ല നമുക്ക് സന്തോഷം വേണ്ടത്,
കല്യാണത്തിന് പോകുമ്പോൾ ഫാമിലി കൂടെയുണ്ട്, പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഫാമിലി കൂടെയുണ്ട്, എക്സാം കഴിഞ്ഞ് സ്കൂൾ പൂട്ടുകയാണ് 10 ദിവസത്തേക്ക്, വെക്കേഷൻ ട്രിപ്പ് പോകുമ്പോൾ ഫാമിലി കൂടെയുണ്ട്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഫാമിലിയായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ലേ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുക, നിങ്ങളെ മാത്രമല്ല വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുക, നാറാ, നരകത്തിൽ നിന്ന്, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്, നരകത്തിലെ ഇന്ധനം കല്ലുകളും മനുഷ്യരുമാണ്. ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഫാമിലി അടക്കം നാളെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനുള്ള മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്ത് നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن عبد الله بن عمر رضي الله عنه عن النبي صلى الله عليه وسلم قال: من تشبه بقوم فهو منهم. رواه أبو داود وأحمد. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബ്നു ഉമറിൽ നിന്ന് ഇമാം അബൂ ദാവൂദും അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ഖൗമിനോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം വിശ്വാസികളാണ്, നാം മുസ്ലിങ്ങളാണ്, നമുക്കൊരു നിലപാടുണ്ട്, നമുക്കൊരു സ്റ്റാൻഡുണ്ട്, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നാം എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന കൃത്യമായ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളുണ്ട്. എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത്, എങ്ങനെയാകണം, എങ്ങനെയാകരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഇസ്ലാമിന്റെ കൃത്യമായ നിയമ സംഹിതകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ നിയമങ്ങളെ, അതിർവരമ്പുകളെ ഒരിക്കലും ലംഘിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അത് വിശ്വാസപരമായ മേഖലയാണെങ്കിലും കർമ്മപരമായ മേഖലയാണെങ്കിലും ശരി. പല വിഭാഗത്തിന്റെയും ആഘോഷങ്ങൾ ഇവിടെ നടക്കും. ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷങ്ങളിലും അഥവാ ഒരു വിഭാഗത്തിന്റെ വിശ്വാസപരമായ ആഘോഷങ്ങളിൽ നാം ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അവരുമായി നമുക്ക് അനുവദനീയമല്ല. ഡിസംബർ ആണ്, ക്രിസ്മസ് ആണ് വരുന്നത്, നമ്മളെല്ലാവരും ആഘോഷിക്കണ്ടേ? ഒരു കേക്ക് വാങ്ങിയാൽ, അതൊന്ന് മുറിച്ചാൽ, അതൊന്ന് വിതരണം ചെയ്താൽ, ഒരു സ്റ്റാർ തൂക്കിയാൽ അത്രക്ക് പെട്ടെന്ന് തകർന്നു പോകുന്നതാണോ നമ്മുടെയൊക്കെ ഈമാൻ എന്ന് പറയുന്നത്? പലരുടെയും ചോദ്യം ഇങ്ങനെയാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലല്ലേ? ഒരു സ്റ്റാർ തൂക്കിയ വല്ല കുഴപ്പമുണ്ടോന്നായിരിക്കും പല ആളുകൾക്കും ചോദിക്കാനുള്ളത്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. മഹാനായ യേശു ക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഈസാ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ ഒരു മുസ്ലിമിന് ഒരിക്കലും അത് അനുവദനീയമല്ല. എന്തുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ നാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ല? ഇസ്ലാമിൽ ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തന്നെയില്ല. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്: ലതത്തബിഉന സുനന മൻ കാന ഖബലകും ശിബറൻ ബിശിബരിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുബ്ര ദുബിൻ തബിഅതുഹും ഖീല യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ. നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗത്തെ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി. എത്രത്തോളം അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അവരെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു: നബിയെ, മുൻഗാമികൾ എന്ന് പറഞ്ഞില്ലേ? അൽ യഹൂദു വൻ നസാറ, അത് യഹൂദി നസാറാക്കളാണോ? അവരെ പിൻപറ്റുമെന്നാണോ നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? പ്രവാചകൻ പറയാം: ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? മുസ്ലിം സമൂഹം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി യഹൂദി നസാറാക്കളെ പിൻപറ്റുന്ന അവസ്ഥയുണ്ടാകും. പ്രവാചകന്റെ പ്രവചനം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവര് ക്രിസ്മസ്, മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത്? നബിദിനം. അവര് കേക്ക് മുറിക്കുന്നു, ഇവിടെയും കേക്ക് മുറിക്കുന്നു. അവര് പുൽക്കൂടുണ്ടാക്കി ഉണ്ണി യേശുവിനെ ഒരുക്കുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് പേര് മതസൗഹാർദ്ദം.
ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുമായി നമുക്ക് സഹകരിക്കാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം വിശ്വാസപരമായ അവരുടെ കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അവരെ ചീത്ത പറയാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ മോശാക്കാനോ ഇതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അതെനിക്ക് അനുവദനീയമല്ല എന്ന് നാം മനസ്സിലാക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സ്റ്റാർ കാണുമ്പോൾ പലതരത്തിലുള്ള കത്തുന്ന തിളങ്ങുന്ന മിന്നിക്കൊണ്ടിരിക്കുന്ന ലൈറ്റുകളും സ്റ്റാറുകളൊക്കെ കാണുമ്പോൾ മക്കൾ വന്നിട്ട് പറയും, ഉപ്പ ഒരെണ്ണം വാങ്ങിത്ത, ഒരു സ്റ്റാർ നമ്മുടെ വീട്ടില് പറഞ്ഞു കൊടുക്കണം, മോനെ നമുക്കത് അനുവദനീയമല്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആദർശം പഠിപ്പിച്ച് വിശ്വാസം പഠിപ്പിച്ച് ആ നിലയ്ക്ക് നമ്മുടെ കുടുംബത്തെ നാം വളർത്തിക്കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് നാളെ ഫാമിലി അടക്കം നമുക്ക് സ്വർഗത്തിലെത്താം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.